കേൾപ്പിക്കണം. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മദ്രസിൽ കേൾപ്പിക്കണം എന്ന് സഹോദരി അയച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളിപ്പോ ഈ 300ാമത്തെ എപ്പിസോഡ് സന്തോഷമുള്ള എപ്പിസോഡ് തന്നെയാണ്. ഞങ്ങളിപ്പോ കോരിത്തരിച്ചോണ്ടാണ് ഞാനിത് പറയണേ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി, എൻ്റെ അമ്മാവന്റെ മരുമകളും കൂടിയാണ്. അവൾ 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോ 2 വര ചെറുതായി വന്നിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ടെസ്റ്റ് ചെയ്തത്. ഞങ്ങളിപ്പോ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാച്ചിട്ടാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയണില്ല. ഞങ്ങളിപ്പോ അത്ഭുതമാണ് ഞങ്ങളിപ്പോ കേട്ടോ. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സ്ത്രീ പറയുന്നത് കൊറോണ പോസിറ്റീവ് ആയതല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോസിറ്റീവ് ആയതല്ല. ഗർഭിണിയാണോ എന്നുള്ള ടെസ്റ്റ് നടത്തുന്ന ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ചെറിയൊരു ഒരു ഏകദേശം എത്ര പോകുന്ന ഒരു സാധനം, അതിന്റെ ഒരു തുള ഉണ്ടാവും. അതിലേക്ക് യൂറിന്, ഗർഭിണികളുടെ യൂറിന് അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് ഡബിൾ ലൈന്, ഒരു റെഡ് അല്ലെങ്കിൽ ഒരു കളറിൽ 2 വര വരും. അതാണ് ഗർഭിണിയാണോ അല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മള് ഈ വീഡിയോ മറ്റൊരു ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറയുവാനുള്ളത്, ആ കോരിത്തരിച്ചുകൊണ്ട് പറഞ്ഞ ആ സ്ത്രീനാഥ ഉണ്ടല്ലോ, അത് ഈ സാധുവിനെ ട്രോളിയതാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് വിറഞ്ഞു തുള്ളിയിരുന്നത്. അത് മാത്രമല്ല, ഈ വീഡിയോ വീണ്ടും എടുക്കാൻ കാരണം, ഞാനിത് മുമ്പൊന്ന് കാണിച്ചിരുന്നു പറഞ്ഞു. ആ വീഡിയോ അയാള് വീണ്ടും അതേ വോയിസ് എടുത്തിട്ട്, ഇതേ വിഷയം എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഏതോ ഒരു സ്ത്രീ ഗർഭിണിയായി, സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭിണിയാവുക എന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് വലിയൊരു കറാമത്തിന്റെ മറ്റേതൊന്നുമല്ല. പിന്നെ ചില ആളുകൾക്ക് ഈ ഗർഭിണിയാവുക എന്നുള്ളതിന് കാലതാമസം നേരിടാറുണ്ട്. അതിന് മതിയായ ചികിത്സ നൽകി കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇപ്പൊ കൗണ്ടിന്റെ കുറവ്, അതുപോലെ പീരിയഡിന്റെ വേരിയേഷൻ ഒക്കെ, അതുപോലെ ഇപ്പൊ പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അസുഖം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിനുള്ളിലും പുറത്തൊക്കെ ആയിട്ട് കുമിളകൾ നിറയുക. അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പൊ അതിനൊക്കെ ഇന്നും മതിയായ ചികിത്സകളുണ്ട്. അത് ചില ആളുകൾക്ക് 2-3 വർഷം ഡിലേ വരും ഗർഭിണിയാവുക എന്നുള്ളതിന്. അപ്പൊ ചെറിയൊരു കാര്യമായതുകൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. അതിന് കറാമത്തിന്റെ ആവശ്യമില്ലാന്നേ. നുബൂവത്തിന്റെ ഭാഗമായിക്കൊണ്ട് പല നബിമാർക്കും മക്കളില്ലാതെ ഒക്കെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോ ഇബ്രാഹിം നബി ആണെങ്കിലും അതുപോലെ സക്കരിയ നബി ആണെങ്കിലും ഒക്കെ മക്കളില്ലാതെ കഷ്ടപ്പെട്ട കാര്യം ഖുർആനും അതുപോലെ തന്നെ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവോട് തേടുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മകനെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ കുറെ അങ്ങനെ പറഞ്ഞു പോകണം. ഇൻഷാ അല്ലാഹ് ആ ഒരു കഥ നമുക്ക് പറയേണ്ടതുണ്ട്. അതില് യഹിയ നബിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോ പ്രവാചകന്മാർക്ക് പോലും അവരുടെ ഭാര്യമാര്, പത്നിമാര് ഗർഭിണിയാവുക എന്നുള്ളത് ബുദ്ധിമുട്ടായ അവസരത്തില് അള്ളാഹുവോട് ദുആ ചെയ്തതിന്റെ ഭാഗമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മകൻ പിറക്കാൻ പോകുന്ന ആ ഒരു ശുഭവാർത്ത അറിയിക്കുവാന് മലക്കുകൾ വന്ന് പറഞ്ഞൊരു ചരിത്രമൊക്കെ ഉണ്ട്. മലക്കുകൾ വന്ന് ഈ ശുഭവാർത്ത, ഒരു ആൺകുട്ടി പിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ 110 വയസ്സോളം ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് 96 വയസ്സുണ്ട്. സാറാ ബീവിക്ക്. അവര് ആ 96-ാം വയസ്സിൽ പ്രസവിക്കുകയാണ്. 110 വയസ്സുള്ള ഇബ്രാഹിം നബിക്ക് പ്രത്യുൽപാദനം സംഭവിക്കുകയാണ്. അതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും കഴിവുമാണ്. അതിന് ഇവിടെ ഇരുന്നു കൊണ്ട് മാഷാ അല്ലാഹ് കുളിര് കോരിയിട്ട്, പെട്ടെന്ന് തെറ്റിപ്പോയതാണ്,
കുളിര് കോരിയിട്ട് കാര്യമില്ല തങ്ങളെ. ഏതെങ്കിലും തങ്ങളെ കളിയാക്കാൻ എന്തെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാണിച്ചിട്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ഈ കൊച്ചിക്കോല കെട്ടണ ചെങ്ങായി കണക്ക് അല്ലേ, ചോദിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കാണ്. ഇൻഷാ അല്ലാ മക്കള് അത് അനുഗ്രഹം തന്നെയാണ്. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതിമാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറ് നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, മക്കളിൽ ബറക്കത്ത് നൽകട്ടെ എന്നുള്ളതാണ് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ മക്കള് പരീക്ഷണമായിക്കൊണ്ടുള്ള മാതാപിതാക്കളും ഇന്ന് നമ്മുടെ നാട്ടില് ഇപ്പൊ 2 ദിവസം മുമ്പ് അടക്കം ഒരു പിതാവ് വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഉണ്ട്. മക്കള് പരീക്ഷണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ജീവിത രീതികള്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങള് ഒക്കെ ഒന്നുകൂടി സൂക്ഷ്മതയോടെ നമ്മുടെ കുടുംബജീവിതം അതുപോലെ മക്കളുടെ ഇടയിലേക്കൊക്കെ ഒന്നുകൂടി സൂക്ഷ്മതയോടെ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട, അവരോട് അടുത്തിടപഴകേണ്ട ആ ഒരു സാഹചര്യത്തിൽ അതിനനുസരിച്ചുകൊണ്ട് ചെയ്യുക. അല്ലാത്ത നിലക്ക് മക്കള് കൈവിട്ടു പോയിട്ട് അവര് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യമൊക്കെ, പ്രത്യേകിച്ച് ഇതിപ്പോ പറയാൻ കാരണം ഇത് വെക്കേഷൻ ടൈമാണ്. കൗമാരത്തിലേക്ക് കടക്കുന്ന, കൗമാരപ്രായത്തിലൂടെ പോകുന്ന യുവത്വത്തിലേക്ക് കടക്കുന്ന ഒക്കെ മക്കള് പലതരത്തിലുള്ള കൂട്ടുകെട്ടിലൂടെയും, ഇത് കൗമാരക്കാരോട് ദേഷ്യം വെച്ചുകൊണ്ട് പറയുന്നല്ല, എല്ലാ കൗമാരക്കാരും അല്ല, ചില ചുരുക്കം ഒറ്റപ്പെട്ട ഒക്കെ വളരെ റോങ് ആയിട്ടും തെറ്റിലൂടെയൊക്കെ പോകുന്നുണ്ട്. കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലൊക്കെ തെറ്റിലേക്ക് ഒരുപാട് തെറ്റുകളിലൂടെ സഞ്ചരിച്ച് പിന്നീട് അതിലതിയായി വിഷമിക്കുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്ത ഒരാള് എന്ന നിലക്ക് എനിക്ക് നിങ്ങളുടെ അടുത്തത് പറയാൻ കഴിയും. അല്ലാതെ ഞാന് ഒരു മുസാഫിന്റെ നടുക്കണ്ടാണ്, ഞാന് വളരെ സ്വാലിഹായ ഒരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ നിങ്ങളെടുത്ത് പറയുന്നത്. ഞാനും തെറ്റുകളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരാളാണ്. ആ തെറ്റുകളിൽ നിന്ന് മോചിതനായിക്കൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്തിനിറങ്ങുമ്പോ അതിനു മുമ്പ് നടന്ന ആ ഒരു കാലഘട്ടത്തെ ഓർത്ത് ഇന്നും ചില രാത്രികളില് കരയാറുണ്ട്. അപ്പോ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ വിഷയം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.